മെക്സവൻ നല്ല പദ്ധതിയെന്നും രാജ്യവ്യാപകമായി നടപ്പാക്കേണ്ട പദ്ധതിയെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. വളരെ കുറച്ചു സമയം മാത്രമുള്ള നല്ലൊരു വ്യായാമ പദ്ധതിയാണിത്. ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും തനിക്കിതിൽ കാണാൻ കഴിഞ്ഞില്ല എന്നും എം.പി. പറഞ്ഞു. മെക്സവൻ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം.പി. കെ.പി.സി.സി അംഗം റിയാസ് മുക്കോളിയും പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി.പി. ഷാജിയും പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ന് രാവിലെയാണ് മെക്സവൻ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഓങ്ങല്ലൂരിൽ വെച്ച് നടന്നത്. വിവിധ യൂണിറ്റുകളിൽ നിന്നായി സ്ത്രീകൾ ഉൾപ്പെടെ 1000-ഓളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ചടങ്ങിന് മുമ്പായി തന്നെ എത്തിയ എം.പി. വ്യായാമം മുഴുവൻ സമയവും വീക്ഷിച്ച ശേഷമാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും ഇന്ന് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അങ്ങനെയുള്ളപ്പോൾ മെക്സവൻ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് നല്ലതാണെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. രാജ്യവ്യാപകമായി നടപ്പാക്കേണ്ട ഒന്നാണ് മെക്സവനെന്നും എം.പി. അഭിപ്രായപ്പെട്ടു. നമ്മുടെ രാജ്യത്തിന് ആരോഗ്യവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ, എല്ലാവർക്കും സ്വായത്തമാക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. സർക്കാരും സർക്കാർ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ പോലും പല കാര്യങ്ങളെക്കുറിച്ചും അജ്ഞരാണ്. അറിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വിവേകമില്ലാത്തതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി സാധ്യമാകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ജനങ്ങളെ നല്ല ആരോഗ്യമുള്ളവരാക്കാൻ, മരുന്നിനെ അകറ്റി നിർത്താൻ കഴിയുന്ന മെക്സവൻ രാജ്യവ്യാപകമായിട്ട് തന്നെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വളരെ ലളിതമായ വിവിധ മേഖലകളിലുള്ള എക്സസൈസുകളെ, വ്യായാമ മുറകളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ നടപ്പിലാക്കുക. തീർച്ചയായിട്ടും ഓരോ കുടുംബങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം എന്നുള്ളതും എല്ലാവർക്കും ഒരുപോലെ ഇത് പരിശീലിക്കാം എന്നുള്ളത് കൊണ്ടും വളരെ നല്ല കാര്യമാണ്. ഇപ്പോ ജീവിതശൈലി രോഗം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു കാഴ്ചപ്പാട്, മെക്സവന്റെ കാഴ്ചപ്പാട്, ഈ പലതരത്തിൽ കോണുകളിൽ നിന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്റെ കണ്ണിൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇത് ഈ ഹെൽത്ത് ക്ലബ്ബ് വ്യാപകമാക്കി, ഇതില് പ്രത്യേക വിഭാഗമില്ല, പ്രത്യേക മതമില്ല, പ്രത്യേക ജാതിയില്ല, മനുഷ്യന് പ്രത്യേകമായ ഒരു അവസ്ഥയില്ല. യഥാർത്ഥത്തിൽ എല്ലാവരും മനുഷ്യരാണ്, അല്ലെ? ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ചോരയും മജ്ജയും മാംസവും ഒക്കെ ഉള്ളവരാണ്. നമ്മൾ നന്നായി പ്രവർത്തിച്ചാൽ നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയും. ആ സൗഹൃദവും സന്തോഷം കൊണ്ട്, എല്ലാവരോടും നല്ല സമീപനം കൊണ്ട് അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കും. മനുഷ്യന് വേണ്ട ഗുണം എന്നുള്ളത് അത് തന്നെയാണ്. അപ്പൊ യഥാർത്ഥ മനുഷ്യന്മാരായി സാധാരണക്കാരായ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒരു ഐക്യത്തോടു കൂടി നടത്തുന്ന ഹെൽത്ത് ക്ലബിന്, മെക്സവന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു, അഭിവാദ്യങ്ങൾ നേരുന്നു. 2 വർഷമായി മെക്സവന്റെ ഭാഗമായി വ്യായാമ മുറകൾ ചെയ്യുന്ന ആളാണ് താനെന്ന് കെ.പി.സി.സി അംഗം റിയാസ് മുക്കോളിയും ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ 2 വർഷം മുമ്പ് മെക്സവന്റെ ഭാഗമായി എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെ വ്യക്തമായി ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് അറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിച്ചു, ഇത്തരം കൂട്ടായ്മകൾ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ സംബന്ധിച്ച്. നമ്മൾ ഇന്ന് നമ്മുടെ ഭക്ഷണം വാങ്ങുന്നതിനേക്കാൾ വലിയ പണം ചെലവഴിച്ചുകൊണ്ട് മരുന്ന് വാങ്ങുമ്പോൾ ആ മരുന്ന് കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഈ മെക്സവൻ എന്നുള്ളത് ഇന്ന് ലോകം സാക്ഷ്യപ്പെടുത്തുകയാണ്. സലാഹുദ്ദീൻ സാറിനെ പ്രത്യേകം നമുക്കൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല, അതുപോലെ അദ്ദേഹത്തിന്റെ ടീമിനെ. ആരോഗ്യ സംരക്ഷണത്തിന് ഉപരി പുതിയൊരു സംസ്കാരത്തിനാണ് മെക്സവൻ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി.പി. ഷാജിയും ചടങ്ങിൽ പങ്കെടുത്തു പറഞ്ഞു. ഈ മെക്സവൻ നൽകുന്നത് ഒരു ആരോഗ്യ സംരക്ഷണം എന്നതിലുപരിയായി ഒരു പുതിയ സംസ്കാരത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. നമുക്ക് പല ആളുകൾക്കും വ്യായാമം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, നടക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. പക്ഷേ അവർക്കൊരു സാഹചര്യം ഒത്തുവരാത്തത് കൊണ്ടും അതെങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടൊക്കെയാണ് പല ആളുകളും ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എന്നാൽ ഇത് ഏത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാവുന്നതാണ് എന്നും, പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകൾക്ക്, പ്രായമായ ആളുകൾക്കൊക്കെ ഒരു വലിയ കൂട്ടായ്മ ആണ് ഇതിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്ത് ബന്ധം,
കുടുംബ ബന്ധമൊക്കെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനും പരസ്പരം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാനും അറിയാനും ബന്ധങ്ങൾ പുതുക്കാനൊക്കെ ഈ ഒരു കൂട്ടായ്മയുടെ നമുക്ക് സാധിക്കും. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ MEC7 എന്ന പ്രസ്ഥാനത്തിനെതിരായി വ്യാപകമായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ കടന്നു വരുമ്പോൾ മതമൗലികവാദികളെയോ മതരാഷ്ട്രവാദികളെയോ മത തീവ്രവാദികളെയോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മറിച്ച് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന 100 കണക്കിന് സ്ത്രീകളെയും പുരുഷന്മാരെയും മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു സൗഹൃദം നമ്മുടെ ജീവിതാവസാനം വരെ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ. MEC7 ഫൗണ്ടർ ക്യാപ്റ്റൻ സലാവുദ്ദീൻ, ബ്രാൻഡ് അംബാസഡർ അറക്കൽ ബാവ, ഓങ്ങല്ലൂർ പഞ്ചായത്ത് മെമ്പർ ദിവ്യ ദിവാകരൻ, MEC7 പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജമാൽ പറവയ്ക്കൽ, ജിതേഷ്, ഏരിയ കോർഡിനേറ്റർ സൈദലവി, ബീരാൻ ഹാജി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വി ആലിക്കുട്ടി ഹാജി, കൺവീനർ ഇല്യാസ് പരമംഗലത്ത് തുടങ്ങിയവരും മറ്റ് കോർഡിനേറ്റർമാരും ട്രെയിനർമാരും പരിപാടിയിൽ പങ്കെടുത്തു. ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വെഡിംഗ് വൈബ്സ്, ഫെസ്റ്റിവൽ ഓഫ് വെഡിംഗ്. വൈവിധ്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ ആൻഡ് ഇരട്ടി.